ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ സി റൺ ചെയ്തുകൊണ്ട് അതിൻ്റെ ബേസിക്സ് ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഇൻസ്റ്റാളേഷനും സിയുടെ കമ്പൈലറിൻ്റെ ഇൻസ്റ്റാളേഷനും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഫസ്റ്റ് നമുക്കതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇത് ഈ പ്രോഗ്രാമിൽ ഫസ്റ്റ് ലൈനിൽ #include_studio.h എന്ന് പറയുന്നത് ഹെഡർ ഫയലാണ്. ഈ ഹെഡർ ഫയൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് എങ്ങനെയായിരിക്കും റൺ ചെയ്യുന്നതെന്ന് നോക്കാം. എനിക്ക് റൺ കോഡ് കൊടുക്കുക. അപ്പോഴത്തേക്കും എററാണ് റിട്ടേൺ ചെയ്യുന്നത്. ഈ എറർ വരാൻ കാരണം നമ്മുടെ പ്രോഗ്രാം കോഡിൽ ഹെഡർ ഫയൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഹെഡർ ഫയൽ ആഡ് ചെയ്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രിൻ്റ്എഫിനകത്ത് കൊടുത്തിരിക്കുന്ന സ്ട്രിങ് ആണ് ഔട്ട്പുട്ടായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി മെയിൻ ഫംഗ്ഷനകത്ത് എന്തെങ്കിലും സിൻടാക്സ് എറർ ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാവുന്നതാണ്. അപ്പം കോമണായിട്ട് വരുന്ന സിൻടാക്സ് എററാണ് സെമിക്കോളൻ ഇടാൻ മറന്നു പോകുന്ന കേസ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് മെസ്സേജ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എക്സ്പെക്റ്റഡ് സെമിക്കോളൻ ഇൻ ബിഫോർ റിട്ടേൺ എന്ന് തന്നെ നമുക്ക് റിട്ടേൺ മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് സെമിക്കോളൻ ആഡ് ചെയ്തുകൊണ്ട് റൺ ചെയ്താൽ നമ്മൾ ആ പ്രിൻ്റ്എഫിനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ റിട്ടേൺ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോമൺലി നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കാണ് സെമിക്കോളൻ മറന്നു പോവുക, സ്ട്രിങ് ആണെങ്കിൽ കോഡ്സ് ഇടാൻ മറന്നു പോവുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് കോഡ്സിനെ റിമൂവ് ചെയ്താൽ എന്ത് തരം എറർ റെസ്പോൺസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഇങ്ങനൊരു മെസ്സേജ് അൺഡിക്ലെയർഡ് ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ് വരുന്നത്. കോഡ്സ് തിരികെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഡ് റണ്ണാവും, ഔട്ട്പുട്ട് ഉണ്ടാവും, ഔട്ട്പുട്ട് ഷോ ചെയ്യും. ഇതൊക്കെയാണ് സിൻടാക്സ് എററായിട്ട് കോമൺലി കാണുന്ന സിൻടാക്സ് എറർ. കോഡ്സ് ഇടുക മറക്കുക, സെമിക്കോളൻ കൊടുക്കാൻ മറക്കുക എന്നുള്ളവയാണ്. ഓക്കെ, പ്രിൻ്റ്എഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സി കോഡിൽ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാണ് പ്രിൻ്റ്എഫ്. അതുപോലെ തന്നെ സ്കാൻഎഫ് ഉണ്ട്. അത് നമ്മൾ ഇൻപുട്ട് കോഡിലോട്ട് കൊടുക്കാനായിട്ട്, മെഷീനിലോട്ട് നമ്മുടെ ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാണ് സ്കാൻഎഫ്. അത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിൽ കുറച്ച് ഡേറ്റ ടൈപ്സ് ഉണ്ട്. വേരിയബിൾസിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ ടൈപ്സ്. അതിൽ ഫസ്റ്റ് നമുക്ക് ഇൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻറ്റിൽ നമ്മൾ നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ 15 അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് പ്രിൻ്റ്എഫിനകത്ത് നമ്മിനെ കോഡ്സിനകത്ത് നമ്മൾ കൊടുത്തു. അപ്പോൾ കോഡ്സിനകത്ത് കൊടുത്ത് നമ്മൾ ചെയ്തപ്പോൾ എന്ത് വന്നു? നമ്മെന്ന് മാത്രം വന്നു. കാരണം അത് സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്തു. എന്നാൽ കോഡ്സ് ഒഴിവാക്കിയിട്ട് നമ്മൾ കൊടുത്താൽ എന്ത് സംഭവിക്കും? അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് എററാണ് വന്നത്. കാരണം ഈ ഇൻറ്റ് ഡേറ്റ ടൈപ്പ് ആയിട്ടുള്ളതിന് ഒരു ഫോർമാറ്റ് ഉണ്ട് പ്രിൻ്റ്എഫിനകത്ത് കൊടുക്കാനായിട്ട്. ആ ഫോർമാറ്റിനകത്ത് കൊടുത്താലേ അത് കറക്റ്റായിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻറ്റ് എങ്ങനെയാണ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നതെന്നും നോക്കാം. അതോടൊപ്പം തന്നെ ഫ്ലോട്ട് പിന്നെ ചാറ്, 3 ഡേറ്റ ടൈപ്സാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും ഒരുമിച്ച് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാല്യൂവിൽ v1 എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ 1.5 സെറ്റ് ചെയ്തു. അതുപോലെ ചാറിൻ്റെ c1 എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ കോഡ്സിനകത്ത് $s സെറ്റ് ചെയ്യുന്നു. ചാറിനൊരു പ്രത്യേകതയുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ചാറ് നമുക്ക് നോക്കാം. എന്നാലും ഞാൻ എഴുതിയിരുന്നു, ഒന്ന് കമൻറ്റ് ചെയ്തിടാം.
അതിന് മുന്നേ ആയിട്ട് പ്രിൻ്റ് നമ്മുടെ ഇൻറ്റിജർ നമ്പർ എങ്ങനെ പ്രിൻ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് %d കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റിജർ നമ്പറും %f കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോട്ടും റിട്ടേൺ ചെയ്യും. മാത്രമല്ല അതിൻ്റെ വേരിയബിളാണ് കോമയായിട്ട് കൊടുക്കേണ്ടത്. ഫ്ലോട്ടിൻ്റെ വേരിയബിൾ v1ഉം ഇൻറ്റിജറിൻ്റെ വേരിയബിൾ num1 കൊടുത്തേക്കുന്നത്. ചാറിനെ നമുക്ക് കമൻറ്റ് ചെയ്യാം. അതിങ്ങനെ കൊടുത്ത വർക്കാവില്ല, അതെത്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതൊക്കെ ഔട്ട്പുട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഔട്ട്പുട്ട് വരുന്നുണ്ടോ? യെസ്, ഔട്ട്പുട്ട് വരുന്നുണ്ട്. പക്ഷേ ഒറ്റ ലൈനായിട്ട് വന്നു. നമുക്ക് ഒറ്റ ലൈനായിട്ട് വന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ വരാനായിട്ട് /n കൊടുക്കേണ്ടത്. നമ്മൾ കൊടുത്തു, റൺ ചെയ്തു. യെസ്, ആദ്യത്തെ നമ്പർ പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഫ്ലോട്ട് പ്രിൻ്റ് ചെയ്തു. പിന്നെ ഞാൻ ഓരോ സമയം റൺ ചെയ്യുമ്പോഴും സേവ് ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് ഈ കോഡ് റണ്ണാൻ്റെ എക്സ്റ്റൻഷനിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം അത് റണ്ണ് ക്ലിക്ക് ചെയ്യുക. റൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്ത ശേഷം നമ്മുടെ കോഡ് റണ്ണാവുക. സേവ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സേവ് ആയ ശേഷം റണ്ണാവുക എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിട്ടത് ടിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്തെങ്കിലും റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സേവ് ചെയ്യാനുണ്ടെങ്കിൽ അത് സേവ് ആയ ശേഷമായിരിക്കും റണ്ണാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കമൻറ്റ് മാറ്റാം. കമൻറ്റ് മാറ്റിയിട്ട് റൺ ചെയ്യുമ്പോൾ ഒരു എററാണ് വരുന്നത്. കാരണം ചാറിൽ ഉൾക്കൊള്ളാവുന്ന ഒരേ ഒരു വാല്യൂ മാത്രമേ ചാറിൻ്റെ ഡാറ്റ ടൈപ്പിന് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ $s കൊടുത്തതുകൊണ്ടാണ് അത് വർക്കാവാത്തത്. $s നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഒറ്റ ക്യാരക്ടർ അസൈൻ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും റൺ ആവുന്നുണ്ടോ നോക്കാം. റണ്ണായി, പക്ഷെ അപ്പൻഡായി വന്നു. അപ്പോൾ നമുക്ക് അതിന് പകരം നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ലൈൻ /n കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ ഡേറ്റ ടൈപ്പും പ്രിൻ്റ് ചെയ്യിപ്പിക്കേണ്ടത്. ഓരോ ഡേറ്റ ടൈപ്പും പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് പെർസെൻറ്റേജ് വെച്ചിട്ട് ഒരു ലെറ്റേഴ്സ് ഉണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. %d ആണെങ്കിൽ അത് ഇൻറ്റിജറും, %f ആണെങ്കിൽ അത് ഫ്ലോട്ടും, %c ആണെങ്കിൽ അത് ചാറുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് എല്ലാം കൂടെ ഒറ്റ ലൈനിൽ എങ്ങനെ എഴുതാം. C1, D1, V1, N C1, num, ഓക്കെ, C1, num, V1 കൊടുത്തു. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം വർക്കാവുന്നുണ്ടോ എന്ന്. യെസ്, വർക്കാവുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിലായിട്ട് /n കൊടുക്കുക. നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രിൻ്റഫിനകത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഔട്ട്പുട്ടും പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക്
നെക്സ്റ്റ് ഒരു ഇൻറ്റിജർ നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാമെന്നുള്ളത് പോലെ തന്നെ സി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് ലാംഗ്വേജിൽ പോയാലും അതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ സി ലാംഗ്വേജ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ മനസ്സിലാക്കി തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓരോ എക്സസൈസും ചെയ്തു നോക്കി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഫ്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതെല്ലാം കമൻറ്റ് ചെയ്ത ശേഷം നമുക്കിതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യാനായിട്ട് /* യൂസ് ചെയ്യുന്നത്. ഫുൾ കോഡ് കമൻറ്റ് ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യുന്നത് അങ്ങനെയാണ്. /* ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കോഡ് നമ്മൾ റൺ ചെയ്യാൻ ശ്രമിച്ചാൽ റൺ ആവത്തില്ല. അത് കമൻറ്റഡ് കോഡ്സാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2 നമ്പർ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അതിൽ വാല്യൂസ് അസൈൻ ചെയ്യാം. ഫസ്റ്റ് നമ്മിന് 12 എന്ന് അസൈൻ ചെയ്തു. നെക്സ്റ്റ് വേരിയബിളിന് നം എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വേരിയബിളിന് നെയിം. നെക്സ്റ്റ് നമ്പറിന് നമുക്ക് ഒരു 23 അസൈൻ ചെയ്യാം. എന്നിട്ട് നമ്മിലേക്ക് ഈ നെക്സ്റ്റ് നമ്മിനെ നമുക്ക് അസൈൻ ചെയ്ത് വയ്ക്കാം. അതായത് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഈ നെക്സ്റ്റ് നമ്മിൻ്റെ വാല്യൂവിനെ അസൈൻ ചെയ്ത് വയ്ക്കാം. അസൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് =C സൈനാണ്. അസൈൻ ചെയ്ത് വെച്ചു. ഇപ്പോൾ വരേണ്ട വാല്യൂ എന്ന് പറയുന്നത് 23 ആണോ 12 ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 23 ആണ് വരേണ്ടത്. നെക്സ്റ്റ് നമ്മിലിരിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ നമ്മിലോട്ട് അസൈൻ ചെയ്ത് വെച്ചത്. സോ 23 വരണം. അതിനുവേണ്ടി നമുക്ക് നമ്മിനെ പ്രിൻ്റ് ചെയ്യാം. ഇത് ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ %d അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. $23 വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2 വാല്യൂസിനെ ഇങ്ങനെ വാല്യൂ കൊടുത്തിരുന്നാലും കൊടുത്തില്ലെങ്കിലും നമ്മെന്ന് പറയുന്ന വാല്യൂയിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് നമ്മിന് അസൈൻ ചെയ്തത്. അപ്പോൾ എന്തായാലും 23 തന്നെയാണ് വരേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് സമ്മ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മിന് 1 കൊടുത്തു. = സൈൻ മാറ്റിയിട്ട് സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതിലേക്ക് ഈ 2 വാല്യൂസിൻ്റെയും സമ്മിനെ അസൈൻ ചെയ്ത് വെക്കാം. = സൈനിൻ്റെ അവിടെ നമ്മൾ +n ഇട്ട് കൊടുക്കുന്നു. അസൈൻ ചെയ്യുന്നു. printfൽ നമ്മിന് പകരം സമ്മ് കൊടുക്കുന്നു. റൺ ചെയ്യാൻ ശ്രമിക്കുന്നു. നമുക്കിനി റൺ ചെയ്യാം. എന്താ വരും നോക്കാം. 24 വരണം. അതെ, 24 ആണ് വന്നത്. 2 നമ്പറും തമ്മിൽ ആഡ് ചെയ്തു, എക്കോ ചെയ്തു, അല്ല പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ബേസിക്കായിട്ട് സം ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 3 വാല്യൂസ് ഉണ്ടെങ്കിലോ എങ്ങനെയാണ് ചെയ്യുക? അതുകൂടെ ആഡ് ചെയ്ത് വെക്കും. അങ്ങനെയല്ലേ? നമ്മൾ നെക്സ്റ്റ്
കൂടെ ആഡ് ചെയ്ത് വെച്ചു. ഇനി അതെങ്ങനെയാണ് സമ്മിൽ വെക്കുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റായിട്ട് പ്രിൻറ്റിൽ തന്നെ വെക്കാം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? പ്ലസ് നെക്സ്റ്റ് നം പ്ലസ് നെക്സ്റ്റ് നം 1 നെക്സ്റ്റ് നം 2. ഓക്കെ, അതും കൂടെ ചെയ്തു. അപ്പോൾ ഈ 3 വാല്യൂസിനെയും സമ്മ് നമ്മൾ പ്രിൻ്റ് ഓഫിനകത്ത് തന്നെ സമ്മ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ 26 വരണം. 26 വന്നു, ആൻസർ കിട്ടി. നമ്മൾ സമ്മ് ചെയ്യാനും ഒരു വേരിയബിൾ വെച്ചിട്ട് അത് പ്രിൻ്റ് ചെയ്യാനും വേരിയബിൾ ഒന്നും വെക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് ഡയറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യാനും പഠിച്ചു. ഓപ്പറേഷൻസ് പ്ലസ് സമ്മ് മാത്രമല്ല, ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ എല്ലാ ഓപ്പറേഷൻസും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ സമ്മിൻ്റെത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരുന്നത് അതൊക്കെ ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് അങ്ങനെയല്ല, ഇൻറ്റ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ബാക്കി വേരിയബിൾസിനെ ഒറ്റത്തവണ തന്നെ കോമയിട്ട് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരേ വാല്യൂ തന്നെയാണ് 3-1 നമുക്ക് 3 വാല്യൂസിനെയും അസൈൻ ഈക്വൽ ടു കൊടുത്തിട്ട് ലാസ്റ്റ് വാല്യൂ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അതാണ് നോക്കുന്നത്. നെക്സ്റ്റ് സം ഈക്വൽ ടു, നെക്സ്റ്റ് സം ഈക്വൽ ടു, നെക്സ്റ്റ് നം ഈക്വൽ ടു, നെക്സ്റ്റ് നം 2 ഈക്വൽ ടു 15 കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 വാല്യൂസിലും ഇരിക്കുന്നത് 15 ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരൊറ്റ ഇപ്പം നമ്മിൻ്റെ വാല്യൂ എന്താണെന്ന് പ്രിൻ്റ് ചെയ്യിച്ചാലും, നെക്സ്റ്റ് നമ്മിൻ്റെ വാല്യൂ എന്താണെന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാലും, നെക്സ്റ്റ് നം 2ൻ്റെ വാല്യൂ എന്താണെന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാലും 15 ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ മുന്നേ സമ്മാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ വരേണ്ടത്? ഓരോന്നിലും 50 ഇരിക്കുന്നത്. അപ്പം 3ൻ്റെയും സം വരുമ്പോൾ 150 വരണം. അത് നമുക്ക് റൺ ചെയ്ത് നോക്കാം വരുന്നുണ്ടോയെന്ന്. വന്നിട്ടുണ്ട്, കറക്റ്റാണ്. 3ലും 50 വീതം ഇരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അത് 3ൻ്റെയും സം എടുക്കുമ്പോൾ 150 വരും. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. കമൻറ്റ് ചെയ്ത് താഴോട്ട് പോയി. അപ്പോൾ നമുക്കതിനെ ക്ലിയർ ചെയ്യാം. കോഡൊന്ന് ക്ലിയർ ചെയ്ത ശേഷം നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ, നമ്മൾ സാധാരണ മാത്സിലൊക്കെ പഠിക്കുന്ന പോലെ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇൻറ്റിജർ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. ഇൻറ്റിജർ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 എന്ന് കൊടുക്കാം. അപ്പോൾ ഏരിയ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലെങ്ത് വിഡ്ത്ത് എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് 4ഉം വിഡ്ത്ത് എന്ന് പറയുന്നത് 6ഉം ആണെങ്കിൽ ഏരിയ എത്രയായിരിക്കും? അപ്പോൾ ഏരിയ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഏരിയയുടെ ഫോർമുല അറിയാമല്ലോ, ലെങ്തിൻ്റെ വിഡ്ത്ത് അല്ലേ. അപ്പോൾ ലെങ്തിൻ്റെ വിഡ്ത്ത് കൊടുക്കാൻ പോവുകയാണ്. ലെങ്തും വിഡ്ത്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഏരിയയിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, എന്നിട്ട് ഏരിയ ഔട്ട്പുട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രിൻ്റ് എഫിനകത്ത് ഏരിയ %d ഇട്ട് ഡി യൂസ് ചെയ്തുകൊണ്ട് റെസ്പോൺസ് പ്രിൻ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. പ്രിൻ്റ് ഓഫ് %d ഏരിയ ഈസ് %d ഏരിയ. അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് വരും, ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് വരും. ഏരിയ ഈസ് എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ വരും 24.
percentage D, area is percentage D. ഓക്കെ, നമുക്ക് സെമിക്കോളൻ കൊടുക്കാം. സെമിക്കോളൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എററാണ് ലാസ്റ്റ്. ഏരിയ സിൻടാക്സ് എറർ ആവും. അതുകൊണ്ടായിട്ട് നമ്മൾ സെമിക്കോളൻ കൊടുത്തു, എന്നിട്ട് റൺ ചെയ്തു. ഔട്ട്പുട്ട് എങ്ങനെ വന്ന് നോക്കാം. ഏരിയ 24 കറക്റ്റാണ്. ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷനും സമ്മും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഡിഫറൻഷിയേഷനും അതുപോലെ തന്നെ ഡിഫറൻസും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഇതെല്ലാം കളയാം. നെക്സ്റ്റ് നമുക്ക് ചാറിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ചാർ മൈ ടെക്സ്റ്റ് ഈക്വൽ ടു ഹലോ. അത് പ്രിൻ്റ് ആവുമെന്ന് നോക്കാം. പ്രിൻ്റ് ആവില്ല, കാരണം ചാറിനകത്ത് ഒരു വാല്യൂ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. അത് ചാറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 അപ്പോൾ ആ ഒരു പോയിൻ്റ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ എററായിരിക്കും നമുക്ക് വരുന്നത്. ചാറെന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൽ ഒരു പോയിൻ്റ് വയ്ക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. സോ വിൽ റിട്ടേൺ എറർ. നോക്കാം, റൺ ചെയ്ത് നോക്കാം. എറർ വന്നു. ഓക്കെ, ഇനി നമുക്കതിനെ എങ്ങനെ നമുക്ക് ആ ചാറിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഈ ടെക്സ്റ്റിനെ ഹലോ എന്ന് പറയുന്ന ടെക്സ്റ്റിനെ നമുക്ക് എങ്ങനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. എസ് കൊടുത്ത്, എസ് ആണ് സ്ട്രിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കൊടുത്താൽ മാത്രം പോരാ, അപ്പോഴും എററാണ് വന്നത്. കാരണം അങ്ങനെയല്ല അത് അസൈൻ ചെയ്യേണ്ടത്. മൈ ടെക്സ്റ്റിനകത്ത്, ചാറിൻ്റെ മൈ ടെക്സ്റ്റിനകത്ത് മൈ ടെക്സ്റ്റിനെ അറയായിട്ട് സങ്കല്പിച്ച ശേഷം ചാർ മൈ ടെക്സ്റ്റ് ഓഫ് അറയ്ക്കകത്ത് അത് വെച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് എസ് കൊടുത്ത് പ്രിൻ്റ് കൊടുത്താൽ നമുക്ക് വർക്കാവും. ചാർ മൈ ടെക്സ്റ്റ് അറേ. മൈ ടെക്സ്റ്റ് എന്ന് പറയുന്ന അറയ്ക്കകത്ത് ഹലോ എഴുതി കഴിഞ്ഞാൽ എന്നിട്ട് എസ് കൊടുത്ത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ എന്ന് പ്രിൻ്റ് ആവും. നമുക്ക് നോക്കാം. റൺ ചെയ്തു, ഹലോ എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചാർ ഉപയോഗിക്കുന്നുണ്ട്. ചാറാണ് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എങ്കിൽ ആ നമ്മുടെ വേരിയബിളിനെ അറയായിട്ട് കൺസിഡർ ചെയ്യും, അറയായിട്ട് മാറ്റുക, എന്നിട്ട് പ്രിൻ്റ് ചെയ്യുക. എന്നിട്ട് സി കൊടുത്താൽ പോരാ, സി കൊടുത്താൽ പ്രിൻ്റ് ആവും, ഇല്ല, എററാണ് വന്നത്. എസ് ആണ് കൊടുക്കേണ്ടത്. പെർസെൻറ്റേജ് എസ് കൊടുത്ത് നമ്മുടെ വേരിയബിളിന് കോമയിട്ട് കൊടുക്കുക, അപ്പോൾ പ്രിൻ്റ് ആവും. ഓക്കെ, റണ്ണായി, ഔട്ട്പുട്ട് വന്നു. ഇതാണ് ഡേറ്റ ടൈപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഡേറ്റ ടൈപ്പിനും ഓരോ രീതിയിലാണ് പ്രിൻ്റ്എഫിനകത്ത് എഴുതുന്നത്. അത് മനസ്സിലാക്കി തന്നെ പോകണം. നമ്മൾ പ്രോബ്ലംസ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഡബിൾ എന്ന് പറഞ്ഞൊരു ഡേറ്റ ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് നമ്മൾ ഫ്ലോട്ട് പോലെ തന്നെയാണ്. വലിയ വാല്യൂസ്, പോയിൻ്റുള്ള വലിയ വാല്യൂസിന് സ്റ്റോർ ചെയ്യാനായിട്ടാണ്. അത് 8 ആണ് അതിൻ്റെ സൈസ്. അങ്ങനെയുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനാണ് ഡബിൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഡബിൾ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ LF
ഡബിളാണ് പ്രിൻ്റ് ചെയ്യുന്നതെങ്കിൽ LF ആണ് കൊടുക്കേണ്ടത്. അതിൻ്റെ പെർസെൻറ്റേജ് LF എന്ന് പറഞ്ഞ് കൊടുത്ത് ആ വാല്യൂ കൊടുക്കുക. ഡബിളാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് ഓഫിനകത്ത് പെർസെൻറ്റേജ് LF ആണ് കൊടുക്കുക. പെർസെൻറ്റേജ് LF കൊടുത്ത് വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ പ്രിൻ്റ് ആവും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെയൊക്കെ സൈസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് LU എന്ന് പറഞ്ഞ് കൊടുക്കണം. പെർസെൻറ്റേജ് LU, വേരിയബിളിൻ്റെ പേര്, വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ്, ആ ഡേറ്റ ടൈപ്പിൻ്റെ സൈസാണ് പ്രിൻ്റ് ആവുന്നത്. അതിലെന്ത് വാല്യൂ ഇരിക്കുന്നതെന്നല്ല. സൈസ് ഓഫ് മൈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിളിൻ്റെ നെയിമാണ്. കൊടുത്ത് റൺ ചെയ്യുമ്പോഴത്തേക്കും ആ മൈ ടെക്സ്റ്റിൻ്റെ സൈസ് എത്രയാണെന്നാണ് പറയുന്നത്. ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് 8 ആണെന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ആ വേരിയബിൾ വേണ്ട. ചാറാണെങ്കിലോ ഡേറ്റ ടൈപ്പിൻ്റെ സൈസാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ആ ഡേറ്റ ടൈപ്പ് ഉൾക്കൊള്ളുന്ന സൈസ്. ഓക്കെ, മനസ്സിലായി. ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. എന്നാലും ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമ്മൾ പ്രോഗ്രാം യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കോൺസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഈ ഡബിൾ എന്ന് പറയുന്ന മൈ ടെക്സ്റ്റ്, ഡബിളിലിരിക്കുന്ന മൈ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ മൈ ടെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി മാറ്റാം. അതിന് ഫ്രണ്ടിൽ ഡാറ്റ ടൈപ്പിൻ്റെ ഫ്രണ്ടിൽ കോൺസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. അതിനൊരിക്കലും അതൊരു റീഡ് ഓൺലി വാല്യൂ ആണ്. അതിലൊരിക്കൽ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് വേറെ വാല്യൂസ് അസൈൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അത് മാത്രമല്ല, നമുക്ക് ഈ വാല്യൂവിലോട്ട് വേറൊരു വാല്യൂ അസൈൻ ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. ഓക്കെ, ഇപ്പം അതിലൊരു വാല്യൂ ഞാൻ അസൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് 0 കാണിച്ചു. എന്നാൽ നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാം. ഒരു 444 കൊടുത്തു, അസൈൻ ചെയ്തു. ഓക്കെ, റൈറ്റാണ്, അത് റണ്ണാവും. ഡബിളിൻ്റെ വാല്യൂ വന്നു. പക്ഷേ എങ്കിൽ നമുക്ക് ഇന്ന് വാല്യൂ അസൈൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ലൈനിൽ വാല്യൂവിന് അസൈൻ ചെയ്യാൻ ഞാൻ നോക്കാണ്. പറ്റുമോ? പറ്റത്തില്ല. അതാണ് അതിലെ പ്രശ്നം. കാരണം കോൺസ്റ്റൻ്റ് വേരിയബിളിൽ 1 ടൈം മാത്രമേ വാല്യൂസിനെ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതും അതിൻ്റെ കോൺസ്റ്റൻ്റ് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ആയിരിക്കണം എഴുതേണ്ടത്. നെക്സ്റ്റ് ഞാൻ ആ സെക്കൻഡ് ലൈനിൽ ആ വാല്യൂസ് വേറൊരു വാല്യൂവിനെ അസൈൻ ചെയ്തപ്പോൾ അത് എററായിട്ട് മാറി. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് എടുത്ത് കളഞ്ഞ ശേഷം നമുക്കതിനോട്ട് അസൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായി? 444 എന്ന് വന്നു, വർക്കായി. പക്ഷെ കോൺസ്റ്റൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ലൈനിലോ വേറെ എവിടെയെങ്കിലുമാണ് അസൈൻ ചെയ്യുന്നതെങ്കിൽ അത് വർക്കാവത്തില്ല. അതാണ് കോൺസ്റ്റൻ്റ് യൂസ് ചെയ്യുമ്പോൾ നോക്കി ഉപയോഗിക്കണം. ഓക്കെ, കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ് ഒരിക്കലും മാറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളൊന്ന് റഫായിട്ട് കണ്ടു. പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും C എന്ന് പറയുന്നൊരു
മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഒരു ലാംഗ്വേജ് ആണ്. എല്ലാ കോളേജിലും സ്കൂൾസിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന ഒരു കോമൺ ആയിട്ട് പോപ്പുലർ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് സി. അത് പഠിക്കാനായിട്ട് തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് ലാംഗ്വേജ് പഠിക്കാനും ഈസിയാണ്. നമ്മൾക്ക് ഈസി ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക, പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ. പിന്നെ നെക്സ്റ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും. അതിൽ നമ്മൾ എക്സാമ്പിൾസും പ്രോബ്ലംസും ഒക്കെ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഡേറ്റ ടൈപ്സും മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. എനിവേ, താങ്ക് യു. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.